ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ ഡെഡ് ബോഡി ശവസംസ്കാരം കാത്ത് മോർച്ചറിയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് 1 വർഷവും 11 ദിവസവും കഴിഞ്ഞിരിക്കുന്നു. ഇത് സാക്ഷര കേരളത്തിൽ നടക്കുന്ന ഇല്ലെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞ ഒരു വിഷയമാണ്. ഇപ്പോഴും ആ ഡെഡ് ബോഡി മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അത് മോർച്ചറിയിൽ നിന്നും മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടി കൊടുക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ആ ഡെഡ് ബോഡി ശവസംസ്കാരം നടത്തുന്നതിന് അനുവാദം ലഭിക്കുന്നില്ല. ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇതുമായി കണക്ട് ചെയ്തൊരു പ്രധാന കാര്യം കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്നു. കോഴിക്കോട് ഒരു പ്രസ് മീറ്റ് നടത്തിയത് ഈ മോർച്ചറിയിൽ കിടക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മകളാണ് ആശ ലോറൻസ്. ഇപ്പോൾ നിങ്ങൾക്ക് ആരാണ് ഈ നേതാവെന്ന് മനസ്സിലായി കാണും. സംശയിക്കേണ്ട, MM ലോറൻസിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. സംസ്ഥാന CPM നേതൃത്വ നിരയിൽ ഏറ്റവും കരുത്തനായ ഒരു നേതാവായി ഈ കാലം വരെയും മരണം വരെയും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു ലോറൻസ്. കുറേ നാൾ അദ്ദേഹം രോഗങ്ങളാൽ കിടപ്പിലായിരുന്നു. പക്ഷേ അതുവരെയും അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ശക്തനായ നേതാവായിരുന്നു. സംസ്ഥാന നേതൃത്വ നിരയിലേക്കും കേന്ദ്ര നേതൃത്വ നിരയിലേക്കുമൊക്കെ വളർന്നു പന്തലിച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ലോറൻസ്. മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി ഇപ്പോൾ ശരിക്കും നമ്മുടേതായ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ലേലം വിളിക്കുകയാണെന്ന് പറയേണ്ടി വരുന്നു. എന്തർത്ഥത്തിലാണ് ഈ ലേലം വിളിക്കുക എന്ന് പറഞ്ഞാൽ, മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കൊടുക്കണോ, ഈ ക്രിസ്ത്യൻ മതാചാര പ്രകാരം പള്ളിയിൽ സംസ്കരിക്കണോ എന്ന് തമ്മിലുള്ള തർക്കത്തിനെയാണ് ഞാൻ ലേലം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ 3 മക്കളിൽ 2 മക്കൾ ഒരു വിഭാഗവും ഒരു മകൻ വേറൊരു വിഭാഗവുമായി മാറി നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ ഡെഡ് ബോഡിയുടെ കാര്യത്തിൽ മത്സരിക്കുന്നത്. വിഷയം ഹൈക്കോടതി വരെ എത്തി നിൽക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ആശാ ലോറൻസ് കോഴിക്കോട്ട് നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞ ഒരു പ്രധാന വാചകമുണ്ട്. അത് കമ്മ്യൂണിസ്റ്റുകാർ മുഴുവൻ കേൾക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ എപ്പിസോഡിൽ ഈ കാര്യം ഉൾപ്പെടുത്തിയത്. ഇപ്പോൾ CPMന് മതാചാരങ്ങളിൽ വിശ്വാസം വന്ന ഒരു സമകാലിക പരിസ്ഥിതി ആണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ CPM ഞങ്ങളുടെ പിതാവിനെ മതാചാരപ്രകാരം സംസ്കരിക്കാൻ അനുവദിക്കണം, ഇല്ലെങ്കിൽ സഹായിക്കണം. സംസ്ഥാന ഗവൺമെൻറ് എന്ന് പറയുന്നത് CPM നേതൃത്വം നൽകുന്ന ഗവൺമെൻറ്റാണ്. അപ്പോൾ ആ ഗവൺമെൻറ്റിനോട്, അതും ഈ MM ലോറൻസിനെ പോലെ ഒരു നേതാവ് ഈ പ്രവർത്തിച്ച് വളർത്തി വലുതാക്കിയെടുത്ത ഒരു പ്രസ്ഥാനം, അദ്ദേഹം മുൻനിരയിലുള്ള നേതാവായിരുന്നു. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം MM ലോറൻസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കാനേ കഴിയില്ല. എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ സംഭവം മാത്രം മതി ലോറൻസിനെ അടയാളപ്പെടുത്താൻ. അദ്ദേഹം കരുത്തനായിരുന്നു, ധീരനായിരുന്നു, നല്ലവനായിരുന്നു, അഴിമതി രഹിതനായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങൾക്ക് വേണ്ടി ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ, പടപൊരുതിയ ഒരു മനുഷ്യൻ, അണികളുടെ ശക്തമായ പിന്തുണ ഉള്ള ഒരു മനുഷ്യൻ. എല്ലാ സ്ഥാനങ്ങളിലും പാർട്ടി അദ്ദേഹത്തിനെ വളർത്തി കൊണ്ടുവന്നു. അദ്ദേഹം എല്ലാ സ്ഥാനങ്ങളും ശരിക്കും പൂർണ്ണമായും എത്തിയെന്ന് പറയുന്നില്ല, പക്ഷേ പാർട്ടി അദ്ദേഹത്തിനെ പിന്തുണച്ചിട്ടുണ്ട്. അവസാന കാലത്തെ സംഭവങ്ങളിലേക്ക് പോകുന്നില്ല, കാരണം പറയാൻ വന്ന വിഷയം വേറൊന്നായതുകൊണ്ടാണ്. അപ്പോൾ ആശാ ലോറൻസ് ചൂണ്ടിക്കാണിച്ചത് ഇതാണ്. CPMനിപ്പോൾ മതാചാരങ്ങളിൽ വിശ്വാസം വന്ന ഒരു പരിസ്ഥിതിയാണ് നിലവിലുള്ളത്. ശരിയാണല്ലോ, നമുക്കെല്ലാം അറിയാം. അയ്യപ്പ സംഗമം വരെ നടത്താൻ പാർട്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ഭരണത്തിന് വേണ്ടിയാണ് എന്നുള്ളതും നമുക്ക് തിരിച്ചറിയാം. ഇപ്പോൾ സമുദായ നേതാക്കളെ എല്ലാം കൂട്ടിച്ചേർത്ത് കൂടെ നിർത്തിയിട്ടാണ് അടുത്ത തെരഞ്ഞെടുപ്പിന് പോകാൻ പോകുന്നത് ഈ വിപ്ലവ പാർട്ടി. ഈ വിപ്ലവ പാർട്ടി MM ലോറൻസിൻ്റെ കാര്യത്തിൽ മാത്രം ഇങ്ങനെ ഒരു നിലപാടെടുത്തതിനെയാണ് ആശാ ലോറൻസ് വിമർശിച്ചതും പാർട്ടി തിരുത്തണമെന്നും പറഞ്ഞതും. കാരണം ഇത് പറയാൻ ഒരു കാരണം, അവരുടെ കൈവശം ഈ MM ലോറൻസ് പറഞ്ഞതായ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തന്നെ പള്ളിയിൽ അടക്കണം എന്ന് ലോറൻസ് പറഞ്ഞത്രേ.
പക്ഷേ പള്ളിയിലടക്കരുത്, മറിച്ച് മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കണം എന്ന് എം ലോറൻസ് തന്നോട് നേരിട്ട് പറഞ്ഞതായി മകൻ പറയുന്നുമുണ്ട്. ഈ മകൻ പറയുന്നതിന് പ്രത്യേകിച്ച് രേഖകളൊന്നുമില്ല. ഒരിടത്തും ഈ എം ലോറൻസ് ഒരു രേഖയും എഴുതി വച്ചിട്ടുമില്ല. മക്കൾ പറയുന്നത് രണ്ടുപേരും, രണ്ട് കൂട്ടരും, ഒരു ഭാഗത്ത് രണ്ട് പെൺമക്കളാണ്, മറുഭാഗത്ത് ഒരു മകനും, സജീവൻ എന്ന് പറയുന്ന മകനും ആശാ ലോറൻസ് നേതൃത്വം നൽകുന്ന രണ്ട് പെൺകുട്ടികളുടെ ഒരു ഗ്രൂപ്പ്. ഈ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഇപ്പോൾ ലോറൻസിൻ്റെ ഈ ശവം സംസ്കാരത്തിന് തടസ്സമായി നിൽക്കുന്നത്. കോടതി വരെ പോയി, എന്നിട്ടും അതിനൊരു അന്തിമ തീർപ്പ് ഇതുവരെയും വന്നിട്ടില്ല. ഇപ്പോൾ ഈ പത്രസമ്മേളനം 1 വർഷം കഴിഞ്ഞ് ഈ ആശാ ലോറൻസ് മുമ്പ് പത്രക്കാരെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അവസാനം ഈ ആശാ ലോറൻസിന് പ്രസ് മീറ്റ് നടത്തി പറയേണ്ടി വന്നത് CPMൻ്റെ നയം മാറ്റമുണ്ടല്ലോ. ഇപ്പോൾ മതാചാരങ്ങളിലെല്ലാം വിശ്വാസം വരുന്നു, ക്ഷേത്ര കമ്മിറ്റികളിൽ കയറുന്നു, ക്ഷേത്ര കമ്മിറ്റികളുടെ പല കാര്യങ്ങളിലും സജീവമായി ഇടപെടുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു പാർട്ടിക്ക് ഞങ്ങളുടെ അച്ഛനെ മതാചാരപ്രകാരം സംസ്കരിക്കുന്നതിന് എന്താണ് അനുവാദം നൽകാൻ കഴിയാത്തത്, ഇല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള സംരക്ഷണം നൽകാൻ കഴിയാത്തത് എന്നുള്ളതാണ് അവർ ചോദിക്കുന്ന ചോദ്യം. ഒരു മകൻ്റെ അഭിപ്രായം മാത്രം കേട്ടുകൊണ്ടാണോ ഒരു അച്ഛൻ്റെ ശവസംസ്കാരം നടത്താനുള്ളത്? 2 പെൺമക്കളായ ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. ആദ്യകാലത്ത് ഒരു മകൾ മാറി നിന്നു. ആ മകളും സജീവൻ എന്ന മകനും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് മെഡിക്കൽ കോളേജിൽ കൊടുക്കാനാണ് തീരുമാനമെടുത്തത്. അവരതിൽ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് അതിൽ ഒരു മകൾ ആ അഭിപ്രായം മാറ്റി, തനിക്ക് ഈ മതാചാര പ്രകാരം തന്നെ നടത്തുന്നതാണ് ഇഷ്ടം എന്ന് അവർ പറഞ്ഞു വച്ചു. തുടർന്ന് ഈ 2 പെൺമക്കളും ഒരു ചേരിയിലും മകൻ മാത്രം മറ്റൊരു ചേരിയിലും നിൽക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. പള്ളിയിൽ ഈ ശവസംസ്കാരം നടത്തണം എന്ന് വാദിച്ച തന്നെയും തൻ്റെ മകൻ മിലനും ചേർന്ന് ഈ അഭിപ്രായം പറഞ്ഞപ്പോൾ CPMക്കാർ തന്നെ തങ്ങളെ മർദ്ദിച്ചു എന്നുള്ളതും ആശാ ലോറൻസ് ഇപ്പോഴും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ ആശാ ലോറൻസ് പറയുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. ഒന്ന്, ഈ അവകാശികൾ ഡെഡ് ബോഡിക്ക് ഇല്ലാതെ വന്നാൽ, അതുപോലെ മെഡിക്കൽ കോളേജിൽ തൻ്റെ ഡെഡ് ബോഡി നൽകണം എന്ന് മരണപ്പെട്ട വ്യക്തി എഴുതി വെക്കാത്ത സാഹചര്യം ഉണ്ടായാൽ ഇവിടെ അനാട്ടോമി ആക്ട് എന്ന് പറയുന്നത് ഒരിക്കലും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അത് അവിടെ പ്രയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ രേഖകൾ ഇല്ലാത്ത സ്ഥിതിക്ക് ഞങ്ങൾ നൽകിയ ശബ്ദരേഖകളുടെ അടിസ്ഥാനത്തിൽ, പിതാവ് ഞങ്ങളോട് പറഞ്ഞ ശബ്ദരേഖ ഞങ്ങളുടെ കൈവശം ഉള്ളതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് പ്രകാരം, മതാചാര പ്രകാരം തന്നെ ഞങ്ങളുടെ അച്ഛനെ ഈ ക്രിസ്ത്യൻ പള്ളിയിൽ അടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇത് ഈ ശബ്ദരേഖയൊക്കെ അവർ ഹൈക്കോടതിയിൽ ഹാജരാക്കിയിട്ടുമുണ്ട്. ഉചിതമായ തീരുമാനങ്ങൾ ഇനിയും വന്നിട്ടില്ല എന്നുള്ളതാണ്. 2024 സെപ്റ്റംബർ 21-ാം തീയതിയാണ് ഈ ലോറൻസിൻ്റെ മരണം സംഭവിക്കുന്നത്. എറണാകുളത്തെ ആശുപത്രിയിൽ വെച്ചാണ് സംഭവിക്കുന്നത്. ആ വർഷം, ആ സമയം, തീയതി നിങ്ങൾ ഓർക്കുക. 2024 കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസം 21-ാം തീയതി. ഈ ഒരു വർഷം പിന്നിടുകയാണ്. അത് ചില്ലറ ദിവസങ്ങളും പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ഈ കമ്മ്യൂണിസ്റ്റ് നേതാവ് തൻ്റെ ശവസംസ്കാരം കാത്ത് മോർച്ചറിയുടെ തണുപ്പിൽ ഇപ്പോഴും കിടക്കുന്നു എന്ന് പറഞ്ഞാൽ സങ്കടകരമായ ഒരു അവസ്ഥ തന്നെയാണ്. ഇക്കാര്യത്തിൽ ഒന്നുകിൽ മക്കൾ തമ്മിൽ യോജിക്കണം, അല്ല എങ്കിൽ കർശനമായ ഉപാധികളോടെ സർക്കാർ ഇതിനകത്ത് ഇടപെടുക തന്നെ വേണം. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭരിക്കുന്നതെങ്കിൽ കൂടി മതാചാരത്തിനെ ഇപ്പോൾ തള്ളിപ്പറയാത്ത ഒരു പുതിയ പോളിസി കൂടി ഈ പാർട്ടി അസെപ്റ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് അവർക്ക് ഇനി മാറി ചിന്തിക്കാവുന്നതേ ഉള്ളൂ എന്നല്ല പറഞ്ഞു വെക്കുന്നത്, മാറി ചിന്തിക്കണം എന്ന് തന്നെയാണ്. മക്കൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും ഒരുമിച്ച് പറയുന്നതാണല്ലോ, അവരുടെ പക്കൽ ശബ്ദരേഖയും ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് മതാചാര പ്രകാരം ശവസംസ്കാരം നടത്തുന്നതിൽ എന്തിനാണ് എതിർക്കുന്നത്? എത്രയോ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ഡെഡ് ബോഡി ഇതുപോലെ തന്നെ ശവസംസ്കാരം നടത്തിയിട്ടില്ലേ? അവരവരുടെ മതാചാര
ആചാരപ്രകാരം ചെയ്തിട്ടില്ലേ? ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ? അപ്പോൾ എം ലോറൻസിൻ്റെ കാര്യത്തിൽ മാത്രം എങ്ങനെയാണ് ഈ ഇരട്ടത്താപ്പ് വേണ്ടത് എന്ന് ആലോചിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അത് തന്നെയാണ് ആശാ ലോറൻസ് ഇപ്പോൾ പ്രസ് മീറ്റിൽ പോയിൻ്റായി ഉയർത്തി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPMൻ്റെ ഇപ്പോഴുള്ള നയം മാറ്റം ഏതെല്ലാം തലത്തിൽ അത് വിവാദമായി വരുന്നു എന്നുള്ളതും കൂടി ഇതിനോടൊപ്പം നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുമുണ്ട്.